നാളെ ഫെബ്രുവരി 14 ആകുമ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 15 ഇയേഴ്സ് ആകാം. ഇറ്റ്സ് ക്രേസി ഹൗ ഫാസ്റ്റ് ടൈം ഫ്ലൈസ് അല്ലേ, കൈൻഡ് ഓഫ് സ്കെയറി ടു. ഇക്കയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഗിഫ്റ്റ് ഒക്കെ ഞാൻ മോർണിംഗ് പോയി പർച്ചേസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു കാർഡും കുറച്ച് ഗിഫ്റ്റ് റാപ്പേഴ്സും ബലൂൺസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ അടുത്തുള്ള ബുക്ക് സ്റ്റോറിലേക്ക് വന്നു. കാർഡ്സിനോട് വലിയ കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കിട്ടി ഒരെണ്ണം എടുത്തിട്ട് ഞാൻ വേഗം വീട്ടിൽ വന്ന് ഗിഫ്റ്റ് റാപ്പിംഗ് ഒക്കെ തുടങ്ങി. എനിക്ക് റാപ്പ് ചെയ്യാൻ വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഒപ്പിച്ച് വെച്ചു. നിലായും വന്നിട്ട് എന്നെ ബലൂൺസ് ഒക്കെ വിരിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇക്ക അറൗണ്ട് ഒരു 6-6:30 ഒക്കെ ആകുമ്പോൾ എത്തും. അതിനു മുന്നേ എനിക്കെല്ലാം സെറ്റ് ചെയ്യണം. ഞാൻ കേക്ക് വാങ്ങിക്കാനായിട്ട് എൻ്റെ നൈബർ മുസ്തഫക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി കറക്റ്റ് ടൈമിൽ തന്നെ കേക്കുമായിട്ടൊക്കെ എത്തി. ഹലോ ഹലോ. അയ്യോ അടിപൊളി. ഇവിടെ വേറെ സർപ്രൈസ് ഉണ്ട്. For you. Thank you. Thank you. ഇക്കയ്ക്ക് സർപ്രൈസ് കൊടുക്കാനിരുന്ന എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഫ്ലവേഴ്സും കേക്കൊക്കെ ആയിട്ട് ആള് വന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഞാനിങ്ങനെ വീട്ടിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അത് മുഖത്ത് തന്നെ കാണാനുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് കിട്ടിയപ്പോൾ ഞാനും ഹാപ്പിയായി. ആർക്കാ ഫ്ലവേഴ്സ് ഇഷ്ടമല്ലാത്തില്ലേ? നമുക്ക് എത്ര എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് കിട്ടിയാലും ഫ്ലവേഴ്സ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞു സെലിബ്രേഷനാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നൈബർ മുസ്തഫയൊക്കെ കൂടിയുണ്ട്. പുള്ളി ഞങ്ങൾക്കൊരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മച്ചിയും സിസ്റ്ററിൻലോയും ബ്രദറും ഒക്കെ IMOയിൽ കോളിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഈ കേക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള സദാദീൻ എന്ന് പറഞ്ഞൊരു ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ഫെറർ റോഷർ കേക്കാണ്. ഇത് അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ്. നിറയെ ഹേസൽനട്ടൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. അതിനുശേഷം മിക്ക ഗിഫ്റ്റ്സ് ഒക്കെ അൺറാപ്പ് ചെയ്തു. എല്ലാം ഇക്കയ്ക്ക് ഇഷ്ടമായി. ഇതെല്ലാം ഇക്കയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പലപ്പോഴായിട്ട് ഇക്ക പറഞ്ഞിട്ടുള്ളതും ഇക്ക നോക്കുന്നതൊക്കെ കണ്ട സാധനങ്ങൾ ഞാൻ പോയി വാങ്ങിച്ചതാണ്. ഇനി എനിക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് കാണണ്ടേ? ഇതൊക്കെയാണ് എനിക്ക് ഇക്ക വാങ്ങിത്തന്നത്. കൂടുതലും പെർഫ്യൂംസും മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ്. എനിക്കതൊക്കെയാണ് ഇഷ്ടം. ഞാനിതൊക്കെ ഓൾറെഡി ലാസ്റ്റ് വീക്ക് തന്നെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. കേക്ക് ഒക്കെ കഴിച്ചല്ലാതെയും വയറ് നല്ല നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കപ്പയും പുഴുങ്ങി ചിക്കനും ഫ്രൈ ചെയ്ത് ഡിന്നർ കഴിച്ചു.